ഹായ്, നമ്മളിന്ന് ചെറിയൊരു ഇൻഫർമേഷനാണ് അപസ്മാരത്തെക്കുറിച്ച് അഥവാ സീഷറിനെ കുറിച്ചിട്ട്. അപസ്മാരം വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ട, നമ്മുടെ ചുറ്റിലുള്ള ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെയാണെന്ന് നമുക്ക് പറയാം. ഒന്ന്, നമ്മൾ അവരേറ്റവും കൂടുതൽ സേഫ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് നമ്മൾ മാറ്റി കിടത്തുക, ഷാർപ്പ് ഓബ്ജക്ട്സും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു സ്ഥലത്തേക്ക്. രണ്ടാമത്തത്, അവരെ നമ്മൾ മാക്സിമം എന്ത് ചെയ്യുക, അവരൊരു വശത്തേക്ക് ചെരിച്ച് കിടത്താൻ നോക്കുക. കാരണം നമ്മൾ അവരെ വായിൽ നൊരയും പാതയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അവർ തന്നെ അത് വിഴുങ്ങി പിന്നെ അത് ആസ്പിറേറ്റും കാര്യങ്ങളൊക്കെ ആയി പിന്നെ ബുദ്ധിമുട്ടാവാതിരിക്കാൻ വേണ്ടി നമ്മൾ അവരെ മാക്സിമം ഒരു സൈഡിലേക്ക് വായിലൂടെ എന്തെങ്കിലും സെക്രേഷൻസ് ഒക്കെ വരികയാണെങ്കിലും തന്നെ അത് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ ചരിച്ച് കിടത്താം. പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഏറ്റവും വേഗം ഹോസ്പിറ്റലിലേക്ക് നമ്മൾ ആംബുലൻസ് വിളിക്കുക, അവരെ ഹോസ്പിറ്റലൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുക. നമ്മൾ ചെയ്യേണ്ടാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ പണ്ട് മുതലേ ചെയ്തു വരുന്ന നമ്മൾ താക്കോല് ഇരുമ്പിന്റെ സാധനങ്ങളൊക്കെ എടുത്ത് കയ്യിൽ പിടിക്കാൻ കൊടുക്കാതിരിക്കുക, അവരെ കയ്യും കാലും കെട്ടിവെക്കാതിരിക്കുക, പിന്നെ വായിക്കാത്ത എന്തെങ്കിലും തിരികാതിരിക്കുക. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടാത്തത്. പിന്നെ നമ്മൾ സീഷറിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അപസ്മാരത്തെ കുറിച്ചിട്ട് മിക്ക അപസ്മാരങ്ങളും ഒരു മിനിറ്റിനുള്ളിൽ തന്നെ നിൽക്കുന്നതാണ്. തന്നെ നിൽക്കുന്ന അപസ്മാരങ്ങൾ ആണ് ഏറ്റവും കൂടുതലുള്ളത്. അതിൽ ചില അപസ്മാരങ്ങൾ നിർത്താതെ വരുന്നതും ഉണ്ട്. പക്ഷെ എന്ത് അപസ്മാരമാണെങ്കിലും നമ്മൾ എന്തായാലും ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. താങ്ക് യു.